ഏവർക്കും നേഷൻ ഇൻ ഡെപ്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട 4 വാർത്തകളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഒന്നാമത്തെ വാർത്ത, റഷ്യ അമേരിക്ക ബന്ധത്തിൽ പുതിയ തുടക്കമായി ആണവ കരാർ കാലാവധി ദീർഘിപ്പിച്ചു. നിലവിലെ ആണവായുധ നിയന്ത്രണ കരാറാണ് ഇരു രാജ്യങ്ങളും അടുത്ത 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത്. ന്യൂ സ്റ്റാർട്ട് എന്ന പേരിൽ തന്നെയാണ് കരാർ ദീർഘിപ്പിക്കൽ ബൈഡൻ ഭരണകൂടം പുടിൻ ഭരണകൂടവുമായി ധാരണയിലെത്തിയത്. കരാർ ദീർഘിപ്പിക്കൽ നടപടികൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അന്റോണിയോ ബ്ലിങ്കന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ദീർഘിപ്പിച്ച കരാർ പ്രകാരം റഷ്യയുടെ ആണവായുധങ്ങൾക്ക് പുറമെ പോകുന്നതിനും കനത്ത ബോംബാക്രമണം നടത്താൻ ശേഷിയുള്ള സംവിധാനങ്ങളുടെ നിയന്ത്രണങ്ങളിലും 2026 ജൂൺ 5 വരെ പരസ്പര ധാരണ തുടരും. ഇതിനൊപ്പം ഇരു രാജ്യങ്ങൾക്കും പ്രത്യേക ഘട്ടങ്ങളിൽ പരസ്പരം ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള അനുമതിയും തുടരും. മേഖലയിലെ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാനിടയുള്ളതിനാൽ കരാർ ദീർഘിപ്പിക്കുന്നത് വഴി മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനം ഇരു രാജ്യങ്ങൾക്കും നിയന്ത്രിക്കാനാകും. ഇത് ലോക സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. 2010 ബറാക് ഒബാമയും ദിമിത്രി മെദ്വദേവും ആണവായുധ നിയന്ത്രണ കരാറിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും ചേർന്ന് ആകെ 1550 ആണവായുധങ്ങളിൽ കൂടുതൽ തയ്യാറാക്കി വെക്കരുതെന്ന നിയന്ത്രണം കർശനമായി പാലിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തതായി രണ്ടാമത്തെ വാർത്ത, ആണവവാഹക ശേഷിയുള്ള മിസൈൽ പരീക്ഷിച്ച് പാകിസ്ഥാൻ. ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലായ ഗാസ്നാവിയാണ് പരീക്ഷിച്ചത്. 290 കിലോമീറ്റർ ദൂരം ആണവായുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാൻ മിസൈലിന് ശേഷിയുണ്ട്. പരിശീലന വിക്ഷേപണമാണ് നടന്നതെന്നാണ് പാകിസ്ഥാനിലെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിന്റെ വിശദീകരണം. ആർമി സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡന്റ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു മിസൈലിന്റെ പരീക്ഷണം നടന്നത്. ആർമി സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡന്റ് വാർഷിക പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് വിക്ഷേപണം നടത്തിയത്. പരീക്ഷണം വിജയകരമാക്കിയ സൈനികരെയും ശാസ്ത്രജ്ഞരെയും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും പ്രസിഡന്റ് ആരിഫ് അൽവിയും സേനാ മേധാവികളും അഭിനന്ദിച്ചതായി ജിയോ TV റിപ്പോർട്ട് ചെയ്തു. അടുത്തതായി മൂന്നാമത്തെ വാർത്ത, രാജ്യത്തെ കർഷക സമരത്തെ പിന്തുണച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി സച്ചിൻ തെണ്ടുൽക്കർ അടക്കമുള്ള പ്രമുഖർ. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ചയില്ലാത്തതാണെന്നും വിദേശ ശക്തികൾക്ക് കണ്ടു നിൽക്കാമെന്നല്ലാതെ ഇടപെടാൻ കഴിയില്ലെന്ന് സച്ചിൻ ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ചയില്ലാത്തത്, വിദേശ ശക്തികൾക്ക് അത് കണ്ടു നിൽക്കാമെന്നല്ലാതെ ഇടപെടാൻ കഴിയില്ല. ഇന്ത്യ എന്താണെന്ന് ഇന്ത്യക്കാർക്കറിയാം. ഇന്ത്യക്ക് വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളാനും രാജ്യത്തിന് കീഴിൽ ഞങ്ങൾ ഒന്നിച്ച് അണിചേരുന്നത് തുടരുക തന്നെ ചെയ്യും. ട്വിറ്ററിൽ സച്ചിൻ കുറിച്ച വാക്കുകളാണ്. പോപ്പ് താരം റിഹാന, സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ്, US വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ അനന്തരവൾ മീന ഹാരിസ് തുടങ്ങിയവരാണ് കർഷക സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ സമരം ചർച്ച ചെയ്യപ്പെടുകയുമുണ്ടായി. ഇതിനെ തുടർന്ന് കർഷക പ്രതിഷേധത്തിന് ലഭിക്കുന്ന അന്താരാഷ്ട്ര പിന്തുണയെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി. പോപ്പ് ഗായിക റിഹാന, പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് തുടങ്ങിയവരടക്കമുള്ള ആഗോള സെലിബ്രിറ്റികളായിരുന്നു പ്രൊപ്പഗണ്ട ഉയർത്തിയത്. ഇതിന് തടയിടാനായി ഇന്ത്യ എഗെയിൻസ്റ്റ് പ്രൊപ്പഗണ്ട ക്യാമ്പയിൻ ഒരുക്കിയത് ഇന്ത്യയിലെ സെലിബ്രിറ്റികളാണ്. ബോളിവുഡ് താരങ്ങളായ അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ, സുനിൽ ഷെട്ടി, ക്രിക്കറ്റ് താരങ്ങളായ സുരേഷ് റെയ്ന അടക്കമുള്ളവർ ക്യാമ്പയിനിൽ അണിചേർന്നിരുന്നു. ഇന്ത്യ ഒരുമിച്ച്, ഇന്ത്യക്കെതിരായ പ്രചാരണം തുടങ്ങി ഹാഷ്ടാഗുകളുമായി കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം ട്വിറ്ററിൽ രംഗത്തെത്തി. കരൺ ജോഹർ, അനുപം ഖേർ, സുനിൽ ഷെട്ടി തുടങ്ങിയ ബോളിവുഡ് താരങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്തതായി നാലാമത്തെ വാർത്ത, കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ച നടപടികളെ കാനഡ സ്വാഗതം ചെയ്തതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ലോക്സഭയിൽ അറിയിച്ചു. സെയ്ദ് ഇംതിയാസ് ജലീൽ, അസദുദ്ദീൻ ഒവൈസി എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സമരത്തെക്കുറിച്ച് നടത്തിയ അഭിപ്രായങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിലുള്ള അതൃപ്തി കാനഡയെ അറിയിക്കുകയും ചെയ്തിരുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇതിനെ തുടർന്നാണ് വസ്തുതകൾ പഠിച്ച ശേഷം കാനഡ നിലപാട് മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. കാനഡ, അമേരിക്ക, UK, ചില യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ചില ഇന്ത്യൻ വംശജരുടെ സംഘടനകൾ മാത്രമാണ് കർഷക സമരങ്ങളെ പിന്തുണച്ച് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിനെ അന്താരാഷ്ട്ര പിന്തുണയായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഒരു വിദേശ രാജ്യവും പിന്തുണ നൽകിയിട്ടില്ലെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ലോക്സഭയെ അറിയിച്ചു.